ആ വക ഉദ്ദേശമൊക്കെ ഞാൻ കൂടി അറിഞ്ഞിട്ടേ ആകാവൂ. ഗുദൈത്ര എന്നുവെച്ചാ മനസ്സിലായില്ലേ എന്ന്? ഓ എന്റെ പെർഫോമൻസിൽ അവന്മാർ പേടിച്ചത് കേട്ടോ. സാറിന്റെ വേഗം ഉണ്ടാ സമയത്ത് കാര്യം സാധിച്ചത്. കാര്യം സാധിച്ചോ? എന്ത് കാര്യം? ഞാൻ പോയിക്കോട്ടെ. അതിലും അത്യാവശ്യം. ഹലോ, ഞാൻ കുറച്ച് തിരക്കില്ല, പിന്നെ വിളിക്കും. ഇവിടെ ബിവറേജ് സാരാ തുടങ്ങി. അവരുടെ ബാത്റൂമിലൊന്നും വെള്ളമില്ലെന്ന് പറഞ്ഞപ്പോ എന്റെ ബാത്റൂമിൽ പൊയ്ക്കൊള്ളാം. എന്താടാ മകിലിത്തിരി വെള്ളം തരാവോ? എന്തിനാ? അപ്പയുടെ മുട്ടിയോണ്ടാ കിച്ചണിലിരുന്നത്. കിച്ചണിലെ മക്കിലെ വെള്ളം യവനല്ലാതെ കിച്ചണിലേക്കാണെങ്കിൽ മക്കരത്തിന് വേണ്ടേ? ആ സൗണ്ട് എന്താടാ? വാഷിംഗ് മെഷീനാണ് സാർ. ഇനി അതിനകത്ത് ആരെങ്കിലും കയറിയോ? ഏയ്, വെറുതെ വൃത്തിയോടൊന്നും കാണിക്കരുത്. ഇതെന്തുവാടാ? എന്റെ ഷഡ്ഡിയാണ് സാർ. കണ്ടിട്ട് ഒരു അരിപ്പ പോലെ ഉണ്ടല്ലോ. കാറ്റ് കയറാൻ വേണ്ടിട്ടാ. നല്ല ചൂടല്ലേ? അതിനിത്ര ബുദ്ധിമുട്ടൊന്നും എന്തിനാ? ഇടാതെ നടന്നാ പോലെ. എല്ലാവർക്കും നിങ്ങളെ പോലെ പറ്റൂ സാർ. അത് ഞാനാ സാർ എല്ലായിടത്തും പറഞ്ഞത്. എന്ത് പറയണം എന്ത് പറയണ്ടെന്ന് ഓർമ്മിക്കാൻ വേണ്ടിയായത്. അതിനാണ് എന്നെ അടിച്ചത്. എന്താടാ? ഉണങ്ങുന്ന കണ്ടില്ലേ, കഴുകിതാ. പൊക്കടാ, പൊക്ക് പൊക്ക്. Come in. ആരാ? വസു നിക്ക്, എനിക്ക് സംസാരിക്കണം. ജീവിതത്തിൽ ഒരിക്കലും നിങ്ങളെ കാണരുതെന്നും സംസാരിക്കരുതെന്നും ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഏത് കഥയ്ക്ക് ഒരു അവസാനമുള്ളതുപോലെ നമ്മുടെ കഥയ്ക്ക് ഉണ്ടാവണം. നമ്മുടെ കഥ എപ്പോഴും അവസാനിച്ചു പോയി. ഇനിയും തുടരാൻ എനിക്ക് താല്പര്യമില്ല. എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ കഴിഞ്ഞേക്കും, എന്നെ മനസ്സിൽ നിന്ന് ഇറക്കി വിടാൻ കഴിയുമോ? നമ്മുടെ കഥ എപ്പോഴും അവസാനിച്ചു പോയി. ജീവിതത്തിൽ ഒരിക്കലും നിങ്ങളെ കാണരുതെന്നും സംസാരിക്കരുതെന്നും ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഞാനും അത് തന്നെയാ നോക്കാം. വല്ല ലിക്വിഡ് ഷോപ്പിലും പോയോന്ന് എന്റെ പേടി. എല്ലാവരുടെ പാസ്പോർട്ടും ഡാഡിയുടെ കയ്യിലാണ്. ഇറ്റ്സ് ഓക്കേ. ഏയ്, എന്തോ ഓക്കേ? പോട്ടെടി, അറിയാതല്ലേ. വേണോന്ന് വെച്ച് ചെയ്തിട്ട് ഐറ്റം കിടിലാണല്ലോ. ഏയ്, ഒന്ന് വിട്ടേക്കടി. എന്തോന്ന് വിട്ടേക്കാൻ? ഇങ്ങനെയുള്ളവരെ വെറുതെ വിടാൻ പാടില്ല. പെൺകുട്ടികളെ കണ്ടാൽ ഉടനെ സൈറ്റ് അടിക്കണം, ദേഹത്ത് മുട്ടണം. ചീപ്പ് ഫെലോസ്. എന്താ സോറി പറയാനാ? അല്ല, നിന്നെ മുട്ടണ്ടെന്ന് പറഞ്ഞ് ഞാനെന്തിനാ ആ പെൺകുട്ടിയെ മുട്ടിയെന്ന് ആലോചിക്കുന്നത്. എന്നെ മുട്ടുന്നോ? എവിടെ മുട്ട്? മുട്ടണോ? മുട്ടാൻ പറഞ്ഞ ശരിക്കും താനങ്ങ് മുട്ടു അല്ലേ? വെറുതെ നിന്ന് ആളിന്റെ അടുത്ത് മുട്ടെന്ന് പറഞ്ഞ് ചെന്നിട്ട് അയാൾ മുട്ടിയപ്പോ ഇപ്പൊ വീണ്ടും വഴക്കിന് ചെല്ല. നീ മിണ്ടരുത്. ഒന്നുമില്ല സാർ, ബോർഡിങ്ങിന് സമയമായി. ഞാൻ അവിടുന്ന് വരുന്നു, ഇവരിവിടുന്ന് വരുന്നു. അനൗൺസ്മെന്റ് ടെൻഷനും വേറൊന്നും ശ്രദ്ധിച്ചില്ല. ഞാൻ ആ കുട്ടിയെ പരാതിയൊന്നുമില്ല. അത് കണ്ടിട്ട് ഇവിടെ മുട്ടാത്തിന് ഇവക്ക് അസൂയ. ഓരോ മോഹങ്ങളെ. अरे कुछ नहीं भैया, मैं उधर से आ रहे हैं भैया. हमारे कुटी इधर से आ रहे हैं. यात्री को टाइम हो गया, मुझको टेंशन बढ़ गया. ये लड़की के साथ ഇയാളെന്താടി കാസറ്റ് പോലെ ഇങ്ങനെ വീണ്ടും വീണ്ടും റിവൈൻഡ് ചെയ്തോണ്ടിരിക്കുന്നത്? ഒന്നുമില്ലേ, ഞാൻ അന്ത പക്കത്ത് വന്നിട്ടുണ്ട്, പൊണ്ണ് ഇന്ത പക്കത്ത് വന്നിട്ടുണ്ട്. ഞാൻ സാറനാ. ഈ രാജ്യത്ത് ഒരുപാട് സ്റ്റേറ്റ്സ് ഉണ്ട്. ഓരോ സ്റ്റേഷനും ഒരു ഭാഷയുണ്ട്. ആ ഭാഷയ്ക്ക് അനുസരിച്ച് നീ ഇങ്ങനെ ഇടിച്ചാ ഇവള് വിട്ട ബാക്കിയാണില്ല. ലോറിയേറി തവളെ പോലെ വിട്ടേലേ. നമ്മളെ പോവാൻ നമുക്ക് കല്യാണത്തിന് പോകണ്ടേ? നടക്കുക അവനെ വിട്ടേലേ. അതിന് തേഞ്ഞൊന്നും പോയില്ലല്ലോ. പ്ലീസ് വെയിറ്റ് ഫോർ സം ടൈം. ഡാഡി അവിടെ ഇരിക്ക്. വെൽക്കം സർ. താങ്ക് യു. സുഖമാണല്ലോ അല്ലേ? നൈസ് പെർഫ്യൂം. ഇങ്ങോട്ട്
അങ്ങോട്ട് നോക്കങ്ങൾ, ഇതേ ഫ്ലൈറ്റിൽ തന്നെ അയാളും. ഏയ്, ഈ സീറ്റിൽ ഇരിക്കാൻ പറ്റില്ല. ഇത് നാട്ടുമ്പുറത്തിൽ ഓടുന്ന സർക്കാർ വണ്ടിയൊന്നും അല്ല മോളെ. ഈ സീറ്റിൽ ഇരിക്കാൻ പറ്റില്ലെന്ന് പറയാൻ. ഇതെന്റെ സീറ്റാ, കൈയെടുക്ക്. അത്രയ്ക്ക് കൺട്രോളില്ലേ? എന്നെ പോലെ സുന്ദരൻ അടുത്തിരുന്ന പോലെ പ്രേമത്തിൽ വീടുവന്ന പേടിയല്ലേ? അങ്ങനെയാണെങ്കിൽ ചെല്ലു മോളെ, പൊയ്ക്കോ, ചെല്ലു ചെല്ലു. ദേ, ഫ്ലൈറ്റിനെ സേഫ് ആയിട്ട് എത്തിക്കുന്നത് ജാക്കറ്റിനുള്ളിൽ ലോക്കറ്റ് അല്ല, ആ കോക്പിറ്റിലെ പൈലറ്റാ. ഇതെന്റെ അമ്മയുടെ, എന്റെ സെന്റിമെന്റ്. ഓ, ഓക്കെ സോറി. എന്നാ ബെൽറ്റ് ഇടും. അത് ഇയാള് പറഞ്ഞിട്ട് വേണോ? ഹേയ്, ഇതിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് താൻ ലൗവില് വീണില്ലെങ്കിലും ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ മൂക്ക് കുത്തി വീഴേണ്ടി വരും. സോറി. സോൾട്ട് തന്നെ പെപ്പർ. എവിടെ പോയോ? ഏത് ചോറി പിടിച്ചോണ്ടുണ്ടാക്കിയാണോ എന്തോ. പറഞ്ഞിട്ടെന്താ, വിമാനമല്ലേ, കഴിക്കാതെ പറ്റില്ലല്ലോ. ഓക്കെ, എന്തായാലും കഴിക്കല്ലേ. ചെറിയുടെ പോയി അഹങ്കാരി. You want one more, sir? No, this one is tasty. Okay. Thank you. ഇതവര് സീരിയസ് ആയി എടുത്തിരുന്നെങ്കിലും. ഒരിക്കലുമില്ല. എന്താന്ന് വെച്ചാൽ എനിക്ക് നന്നായി അസ്ട്രോളജി അറിയാം. നിങ്ങൾക്ക് അസ്ട്രോളജി അറിയോ? എങ്കിലൊന്ന് പറയാമോ? എന്റെ കൂടെ ഒന്ന് പറയൂ പ്ലീസ്. എന്റെ നോക്കുന്നേ, ആദ്യം ഞാൻ നോക്കട്ടെ. ഞാനല്ല ആദ്യം പറഞ്ഞേ, എന്റെ കൈ നോക്കുന്നേ. ഓക്കെ, എല്ലാവരും നോക്കാം. എല്ലാം കൂടെ ഒന്നിച്ചു പറ്റില്ലല്ലോ. ആദ്യം കിടക്ക്. ഇതെന്താ ലവ് സിമ്പിൾ വരയ്ക്കുന്നേ? നീ ലവിൽ വീഴോ ഇല്ലെന്ന് ഇങ്ങനെ നോക്കിയാലും അറിയാം. വീഴും കേട്ടോ. അവൻ ആളത്ര സാധാരണക്കാരനൊന്നും അല്ല, സുന്ദരനാ. കണ്ടിട്ട് അവനും വീഴുന്ന ലക്ഷണം തന്നെ. ഇല്ലെങ്കിൽ നോക്കിക്കോ, ഉറപ്പായിട്ടും ലവ് ആവും. ഞാൻ ലവിൽ വീഴുമോന്നൊന്ന് നോക്കി. ചാൻസ് ഉണ്ട്. വേറെ പണിയില്ലേ നിനക്ക്? ഇയാൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ മതിയല്ലോ. അവളോട് പറയുന്ന തന്നെയാവും നിന്നോട് പറയുന്നത്. പോയിരിക്കെ. അങ്ങനെ പറയരുത്. ഷേപ്പ് എല്ലാം ഒരുപോലെയാണെന്ന് കരുതി രേഖകൾ ഒരുപോലെ ആയിരിക്കണമെന്നില്ല. അല്ലേ, എന്തിനാ ദേഷ്യപ്പെടുന്നത്? നിന്റെ കൈ നോക്കഞ്ഞിട്ടാ? ഏയ്, അത് നോക്കേണ്ട കാര്യമൊന്നുമില്ല. ആ ഫേസ് നോക്കിയാൻ പറയാം. അവരെല്ലാം എത്തേണ്ട സ്ഥലത്തെത്തും, നീ മാത്രം എത്തില്ല. അടുത്ത ഫ്ലൈറ്റിന് ഇനി 6 hours ഉണ്ട് മോളെ. ആ സമയം കൊണ്ട് നമുക്ക് സിറ്റിയൊക്കെ ഒന്ന് കാണാം. എന്താ സാർ, ഒരു സെക്കൻഡ് പോലും കുപ്പിക്ക് ഒഴിവില്ലല്ലോ. എന്റെ അനിയ, മനുഷ്യ ജീവിതം പാൽക്കുപ്പിയിലല്ലേ തുടങ്ങുന്നത്. ആ ഓർമ്മകളല്ലേ നമ്മളെ നയിക്കുന്നത്. ജീവിതാവസാനം അങ്ങനെ ഒരു കുപ്പി കൊണ്ട് തന്നെ ആവട്ടെ. വാവ്, എക്സലന്റ്. എത്ര ബ്യൂട്ടിഫുൾ അല്ലേ? എന്തിനാ വായം പൊളിച്ചേക്കുന്നത്? മിക്കവാറും എല്ലാ എയർപോർട്ട് ഇതുപോലെ തന്നെയാ. ഒരു സിറ്റി കൊണ്ട് കാണിച്ചു തരാം. വാടി, സിറ്റി കാണിക്കാന്ന്. അയാൾ എന്താ കാണിക്കാൻ പോകുന്നതെന്ന് എനിക്കറിയാം. കണ്ടില്ലേ, ഇതാണ് അയാളുടെ ക്യാരക്ടർ. എന്തിനിങ്ങനെ നോക്കുന്നേ? എന്താ ഇത്ര കാണാൻ? ഈ പ്രായത്തിൽ നോക്കില്ലേ പിന്നെ എപ്പോഴാ മോളെ നോക്കുന്നത്? നോക്കിയിട്ട് എന്ത് കിട്ടാനാ? ദർശന സുഖം. അതെ, ദർശന സുഖം. ആണുങ്ങളുടെ സ്വഭാവം എന്താന്ന് വെച്ചാൽ സ്വയം ആസ്വദിക്കുക മാത്രമല്ല 10 പേരോട് പെരുപ്പിച്ച് പറഞ്ഞു നടക്കുകയും ചെയ്യും. കറക്റ്റാ ചേട്ടൻ പറഞ്ഞത്. ഞാനാണെങ്കിൽ അത് പറഞ്ഞു പെരുപ്പിച്ചൊരു മഹാസംഭവം തന്നെയാക്കും. അതിലെന്താ ഇത്ര പെരുപ്പിച്ച് പറയാനുള്ളത്? സപ്പോസ് ഒരു പെൺകുട്ടിയെ നോക്കി ചിരിച്ചു വെച്ചോ, എന്റെ ഫ്രണ്ട്സിനോട് സെൽ നമ്പർ തന്നു പറയും. ശരിക്കും സെൽ നമ്പർ തന്നു തന്നെ ഇരിക്കട്ടെ, എന്നെ റെസ്റ്റോറന്റിലേക്ക് വിളിച്ചെന്ന് പറയും. അപ്പൊ ശരിക്കും വിളിച്ചാലോ? അവൾ എന്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ച് ലാവിഷായിട്ട് തലോടിയെന്ന് പറയും. അത് സത്യമാണെങ്കിൽ? തലോടിയെന്ന് മാത്രം ഞാൻ പറയുന്ന വിചാരിച്ചോ? ഏയ്, ഉമ്മ വെച്ചു എന്നും പറയും. ഒരുപക്ഷെ ശരിക്കും ഉമ്മ വയ്ക്കുവാണെങ്കിലോ? എന്താ പറയാ, അന്ന് മുഴുവൻ ഞങ്ങൾ എല്ലാം മറന്ന് എൻജോയ് ചെയ്ത് കളിയാന്ന് പറയും. അതെ, ഇപ്പോ നമ്മൾ രണ്ടുപേരും കണ്ടുമുട്ടിയില്ലേ? നിങ്ങളുടെ ഫ്രണ്ട്സിനോട് എന്താ പറയാ? നീ അങ്ങനെ ഒരു സാധാരണ പീസ് അല്ലല്ലോ, അപ്പൊ ഇതിന് മസാലയൊക്കെ ചേർത്ത് കേറ്റി അങ്ങ് പറഞ്ഞേക്കാം. ഈ ആണുങ്ങളൊക്കെ ഇങ്ങനെയാ. Dirty fellows. അയ്യോ, ഈ നോട്ടം കണ്ടിട്ടാ എനിക്ക് പേടിയാവുന്നത്. Oh God. Oh God, ഫ്ലൈറ്റ് മിസ്സായി. അടുത്ത ഫ്ലൈറ്റ് നോക്കാം. വാ. May I help you? Because we stuck up in traffic This jam. flight is departed. When is the next flight? Next flight is tomorrow morning. Would you like to change the tickets?
ഏയ് എന്താ ഇത്? ഒക്കെ നിങ്ങൾ കാരണമല്ലേ ഫ്ലൈറ്റ് മിസ്സായത്. എന്തിനെങ്ങനെ ടെൻഷൻ ആവുന്നത്? അടുത്ത ഫ്ലൈറ്റിന് പോകാലോ. അതുവരെ മുഹൂർത്തം വെയിറ്റ് ചെയ്യോ? എന്താ നീ ചെന്നില്ല കല്യാണം നടക്കില്ലേ? അതെങ്ങനെ നടക്കുന്ന? ഇതെങ്ങനെ സാധാരണ നടക്കാറുള്ളത് പോലെ വേറെ ഒരു കല്യാണമല്ല. ചോറ്റാനിക്കര ദേവിയുടെ പാദ പൂജ ചെയ്ത താലിയാ കെട്ടേണ്ടത്. അത് എന്റെ ബാഗിലാ. പാസ്പോർട്ട് ആണെങ്കിൽ അങ്കിളുടെ കയ്യിലും. അവിടെ പിന്നെ എങ്ങനെ കല്യാണം നടക്കുന്ന? അവിടെ മുഹൂർത്തത്തിന് മുമ്പ് എത്തണം, അത്രയല്ലേ ഉള്ളൂ. വാ. I'm sorry, Lisa. I won't be able to make it. Don't say it like that. All the delegates are waiting for you. Please, Lisa, try to understand. If you don't come, you know what the company will lose. Whatever has to happen will happen. I'm sorry, I can't come. Please listen. അതൊന്ന് കളഞ്ഞൂടെ? ടെൻഷൻ മാറാൻ വേണ്ടിയാ. നാളെ സിഗരറ്റ് വലിക്കുന്ന ഭർത്താവോ നിനക്ക് വരുന്നെങ്കിലോ? ഓ, അഡ്ജസ്റ്റ് ആയിരിക്കും അല്ലേ? അങ്ങനെയുള്ള ആളെ ഞാൻ കല്യാണം കഴിക്കില്ല. പിന്നെ എങ്ങനെയുള്ളവരെ കഴിക്കാൻ പോകുന്നത്? ഫസ്റ്റ് സിഗരറ്റ് വലിക്കാത്ത ആളാവണം. അപ്പൊ വെള്ളം അടിക്കാല്ലേ? നോ. അല്പം പോലും കഴിക്കാൻ പാടില്ലേ? പാർട്ടിയിലോ മറ്റോ ഒക്കെ ആവാം. അപ്പൊ ഡാൻസ് ചെയ്യാൻ തോന്നിയാലോ? എന്റെ കൂടെ ആകാവൂ. അത് മാത്രമല്ല എവറി ഡേ 6 o'clock വീട്ടിലെത്തണം. എത്തിയില്ലെങ്കിലോ? ഡോർ ക്ലോസ്ഡ്. അപ്പൊ അടുത്ത വീട്ടിൽ പോയി ഡോറി തട്ടിയാലോ? ഡിവോഴ്സ്. ഓ അത് ശരി. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ എങ്ങനെ ഡിവോഴ്സ് ചെയ്യാന്നുള്ളതിന്റെ സ്കെച്ചൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണല്ലേ. അല്ലാതെ അടങ്ങി ഒതുങ്ങി ജീവിക്കാനുള്ള ഉദ്ദേശമൊന്നും മോൾക്കില്ല. ഈ ഫാഷൻ നടപ്പ് മോഡേൺ വേഷമൊന്നും ഇട്ടാൽ മാത്രം പോരാ. കെട്ടിയവനനുസരിച്ച് ജീവിക്കാനുള്ള മനസ്സും കൂടി കാണിക്കണം. അതൊക്കെ പോട്ടെ, താലി പൂജിച്ചതിനോട് അത് കൊണ്ടുവന്നില്ലേ? എന്ത്? അത് പിന്നെ ഈ ഗണപതി ഒരുക്കണൊക്കെ വെക്കാറില്ലേ? ഉരുണ്ട് നല്ല പച്ച കളറൊക്കെ ആയിട്ട്. എന്താ അതിന്റെ പേര്? കോക്കനട്ട് ആണോ? ആ യെസ്, കോക്കനട്ട്. ഇത്രയും നേരം കോക്കും പെപ്സിയൊക്കെ കുറിച്ച് മടുത്തു. അതിലൊന്ന് കിട്ടിയാൽ കുടിക്കാന്ന് വെച്ചാ. അതുണ്ടായിരുന്നെങ്കിൽ ഒരെണ്ണെടുത്ത് തന്റെ തല ഞാൻ അടിച്ചു പൊട്ടിച്ചേനെ. മനുഷ്യൻ ഇവിടെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാ ഒരു ജോക്ക്. ഈ ടെൻഷൻ മാറാൻ നമുക്കൊരു പണി ചെയ്താലോ? എന്ത്? അതിനുള്ള ഐറ്റംസ് എല്ലാം കയ്യിലില്ലേ? അയ്യോ തെറ്റിദ്ധരിക്കല്ലേ, ബാഗിലുള്ള ഐറ്റംസിന്റെ കാര്യമാണ്. അതൊക്കെ എടുത്തിട്ട് നീ കല്യാണ പെണ്ണാകണം, ഞാൻ കല്യാണ ചെക്കനാകാം. കാരണവന്മാരെ പോലെ ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ എന്നെ അനുഗ്രഹിക്കണം. അത് കഴിഞ്ഞ് ആ താലി എടുത്ത് നിന്റെ കഴുത്തി കെട്ടി കഴിയുമ്പോൾ നമ്മൾ കല്യാണം കഴിച്ച പോലെയാവും. അത് കഴിഞ്ഞ പിന്നെ നമുക്ക് വേറെ നോക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നെ പാല പഴം പൂവ മണിയറ എന്റെ അമ്മോ. ആക്ച്വലി താൻ താലി കെട്ടിക്കഴിഞ്ഞാൽ ഞാനെന്താ ചെയ്യാന്നറിയോ? ഇല്ല, എന്താ ചെയ്യാ? തന്റെ കഴുത്ത് എന്താ ശ്വാസം നിന്ന് പോയോ? ഇല്ല, ട്രെയിൻ നിന്ന് പോയതാ. ഇവിടെ നിന്ന് എങ്ങനെ ഒന്ന് രക്ഷപ്പെടുക?